നമ്മുടെ പാവയ്ക്കയും സവോളയും അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ചുമന്നുള്ളിയും വറ്റൽമുളകും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ കാര്യം എന്ന് മനസ്സിലായില്ലേ? നമുക്കിന്ന് പാവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് പാകത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പം നമ്മൾ ചതച്ചെടുത്ത് വെച്ചിട്ടുള്ള ചുമന്നുള്ളി വെളുത്തുള്ളി വറ്റൽമുളക് കൂട്ടം കൂടി ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റുക. ഞാനിത് ഒരുമാതിരിപ്പെട്ട എല്ലാ മെഴുക്കുവരട്ടി ഉണ്ടാക്കുമ്പോഴും ഈ ഒരു കൂട്ട് ചേർക്കാറുണ്ട് കേട്ടോ. കാരണം ഇതിനൊരു പ്രത്യേക സ്മെല്ലാണ്. ഇത് എണ്ണയിൽ അങ്ങ് മൂത്ത് വരുമ്പം തൊട്ടപ്പുറത്ത് നിൽക്കുന്ന വീട്ടിൽ വരെ നമുക്ക് ഈ സ്മെല്ല് വരും കേട്ടോ. കൊതി വരുന്ന സാരം. ഇനി പാകത്തിന് ഇത്തിരി കളറിനായിട്ട് ഇത്തിരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്തു. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പാവയ്ക്കയും സവോളയും കൂടി ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ ഇതിൽ പച്ചമുളകും കൂടെ ആഡ് ചെയ്യാം. ഇപ്പം തന്നെ ആവശ്യത്തിന് എരിവുള്ളത് കൊണ്ട് ഞാൻ അത് ചേർത്തിട്ടില്ല കേട്ടോ. പാകത്തിനുള്ള ഉപ്പും ചേർത്ത് തട്ടിപ്പൊത്തി അങ്ങോട്ട് മൂടി വെച്ചേക്കാം. ഇനി ഇടയ്ക്ക് മൂടി ഒന്ന് മാറ്റി ഇളക്കി ഇട്ട് കൊടുക്കണം, അടിയിലൊന്നും പിടിക്കാതിരിക്കാനായിട്ട്. ഇപ്പോൾ വെന്തിട്ടില്ല, അപ്പം നമുക്ക് വീണ്ടും മൂടി വെച്ച് തന്നെ ഒന്നും കൂടി വേവിച്ചെടുക്കണം കേട്ടോ. ഒരു 10-15 മിനിറ്റ്. അത് കഴിയുമ്പോൾ മൂടി മാറ്റി വരുമ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. വേണമെങ്കിൽ ഈ പരുവത്തിലെടുക്കാം. ഞാൻ ഒന്നും കൂടി ഒന്ന് തുറന്ന് വെച്ചിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ പാവയ്ക്ക മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇന്ന് ഊണിനായിട്ട് നമുക്ക് സോയാബീൻ റോസ്റ്റ് ചെയ്തതുണ്ട്. പിന്നെ നല്ല നാടൻ രസമുണ്ട്. അപ്പോൾ എല്ലാവരും ഊണിനായിട്ട് ഇങ്ങോട്ട് പോരും കേട്ടോ.